4ാം ക്ലാസ്സിലെ പുതിയ പാഠപുസ്തകത്തിലെ 2ാമത്തെ പാഠമാണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത്. 1ാമത്തെ പാഠം ആകാശകാന്തിഹി എന്ന പാഠം നിങ്ങൾ പരിചയപ്പെട്ടു. ആകാശത്ത് കാണുന്ന കാര്യങ്ങൾ, ആകാശത്തെയും സൂര്യനെയും ചന്ദ്രനെയും മഴയെയും ഒക്കെ പറ്റി നിങ്ങൾ പഠിച്ചു. ഇനി 2ാമത്തെ പാഠഭാഗം പഠിക്കാം. ഇവിടെ ചർച്ച ചെയ്യുന്നത് നദിയുടെ പ്രാധാന്യത്തെ സംബന്ധിച്ചാണ്. പുഴയുടെ, നദിയുടെ പ്രാധാന്യമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഒരു നദി തൻ്റെ ആത്മകഥ വിവരിക്കുന്നതാണ്, തൻ്റെ ആത്മവിലാപം നടത്തുന്നതാണ് ഈ പാഠഭാഗം. അപ്പോൾ നമുക്ക് ഈ പാഠഭാഗത്തിലേക്ക് കടക്കാം. പാഠവുമായി ബന്ധപ്പെട്ട് നൽകിയ ആ ചിത്രത്തിലേക്കൊന്ന് നോക്കൂ. ദ്വിതീയഃ പാഠഃ, ദ്വിതീയഃ പാഠഃ, 2ാമത്തെ പാഠം. ഒരു ക്ലാസ് മുറിയുടെ ചിത്രമാണ് അവിടെ കാണുന്നത്. ടീച്ചറും കുട്ടികളുമെല്ലാം അവിടെ ഇരിക്കുന്നുണ്ട്. ടീച്ചറുടെ കയ്യിൽ ഒരു വസ്തുവുണ്ട്. എന്താണത്? ഒരു കുപ്പിയാണ്. കുപ്പി എന്ന് വെച്ചാൽ വെള്ളക്കുപ്പിയാണ്, വെള്ളം കൊണ്ടുവരുന്ന കുപ്പി, വാട്ടർ ബോട്ടിലാണ് അത്. അപ്പോൾ വാട്ടർ ബോട്ടിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ടീച്ചർ അവിടെ കുട്ടികളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നു. ആ കുപ്പിയിൽ കുടിക്കാനുള്ള വെള്ളമാണ് നമ്മളെല്ലാവരും കൊണ്ടുവരാറുള്ളത്. അപ്പോൾ കുടിവെള്ളത്തെ സംബന്ധിക്കുന്ന, ജലത്തെ സംബന്ധിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ടീച്ചർ അവിടെ ചോദിക്കുന്നത്. നമുക്ക് ആ ചോദ്യങ്ങളിലേക്ക് ശ്രദ്ധിക്കാം. ടീച്ചർ കുപ്പി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചോദിക്കുന്നു, ഭവന്തഃ ജലം ആനീതവന്തഃ വാ? ഭവന്തഃ ജലം ആനീതവന്തഃ വാ? എന്താണ് ആദ്യത്തെ ചോദ്യം? ഭവന്തഃ നിങ്ങൾ, ജലം വെള്ളം, ആനീതവന്തഃ വാ കൊണ്ടുവന്നിട്ടുണ്ടോ? നിങ്ങൾ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ടോ? നിങ്ങളെല്ലാവരും ക്ലാസ്സിൽ കേൾക്കുന്ന ഒരു ചോദ്യം കൂടിയാകാം ഇത്. ടീച്ചർമാരെല്ലാവരും വെള്ളവും മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ, ഭക്ഷണമെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടോ എന്നെല്ലാം അന്വേഷിക്കാറുണ്ട്. അത്തരത്തിൽ ഈ ടീച്ചറും ചോദിക്കുന്നു, നിങ്ങൾ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന്. ഈ ചോദ്യത്തിന് എന്തായിരിക്കും കുട്ടികളുടെ മറുപടി? ഉണ്ട്, അല്ലേ? ആം. സംസ്കൃതത്തിൽ എന്ത് പറയും? ആം. കൊണ്ടുവന്നിട്ടുണ്ട്, യെസ് എന്നതിനെ ആം എന്ന് പറയും. അപ്പോൾ ടീച്ചർ അടുത്ത ചോദ്യം ചോദിക്കുന്നു, ജീവനെ ജലസ്യ പ്രാധാന്യം കിം? ജീവനെ ജലസ്യ പ്രാധാന്യം കിം? ജീവനെ ജീവിതത്തിൽ, ജലസ്യ ജലത്തിൻ്റെ, പ്രാധാന്യം പ്രാധാന്യം ഇമ്പോർട്ടൻസ്, കിം എന്ത്? ജീവിതത്തിൽ ജലത്തിൻ്റെ പ്രാധാന്യം എന്ത്? എന്തായിരിക്കും കുട്ടികളുടെ ഉത്തരം? പ്രാധാന്യമുണ്ട്, അല്ലേ? പ്രാധാന്യം അസ്തി. തീർച്ചയായും ജലസ്യ പ്രാധാന്യമസ്തി. ജലം ഇല്ലാതെ ജീവിക്കുക എന്നത് പ്രയാസമാണ് എന്ന് കുട്ടികൾ മറുപടി പറയും. പിന്നീട് ടീച്ചർ മറ്റൊരു ചോദ്യം ചോദിക്കുന്നു, ജലേന വിനാ ജീവനം സാധ്യം കിം? എന്താണ് ചോദ്യം? ജലേന വിനാ ജീവനം സാധ്യം കിം? ജലേന വിനാ ജലം കൂടാതെ, വെള്ളമില്ലാതെ, ജീവനം ജീവിക്കുക എന്നത് സാധ്യം കിം സാധ്യമാണോ? വെള്ളം കൂടാതെ ജീവിക്കാൻ സാധ്യമാണോ? ഇല്ല. എന്തായിരിക്കും ഉത്തരം? ന, ഇല്ല, പറ്റില്ല, ജീവനം സാധ്യമല്ല. അപ്പോൾ ജലം കൂടാതെ ജീവനം സാധ്യമല്ല എന്നത് മനസ്സിലായി. നമ്മളെല്ലാവരും ജലം ഉപയോഗിച്ച് ജീവിക്കുന്നു. അപ്പോൾ ടീച്ചർ അടുത്ത ചോദ്യം ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ വനജീവിനഃ കസ്യാഹ ജലം പിബന്തി? വനജീവിനഃ കസ്യാഹ ജലം പിബന്തി? വന്യജീവികൾ, കാട്ടിലെ ജീവികൾ, കസ്യാഹ ആരുടെ അല്ലെങ്കിൽ എവിടെ നിന്ന്, ജലം പിബന്തി വെള്ളം
പിബന്തി കുടിക്കുന്നു. വന്യജീവികൾക്ക് എവിടെ നിന്നാണ് വെള്ളം കിട്ടുന്നത്? അപ്പോൾ കുട്ടികൾ എന്ത് മറുപടി പറയും? അവർ കാട്ടരുവികളിൽ നിന്നും കാട്ടുപുഴകളിൽ നിന്നുമൊക്കെ വെള്ളം കുടിക്കുന്നു. അവിടങ്ങളിലുള്ള വെള്ളം അവർ ഉപയോഗിക്കുന്നു എന്നുത്തരം പറയും. ഈ പാഠം നദിയുടെ ആത്മകഥാപരമാണ് എന്ന് നേരത്തെ സൂചിപ്പിച്ചു. അതവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. നദ്യാഹ ആത്മകഥാം പഠാമഹ. നദ്യാഹ ആത്മകഥാം പഠാമഹ. നദ്യാഹ നദിയുടെ ആത്മകഥാം ആത്മകഥയെ പഠാമഹ പഠിക്കാം. നദിയുടെ ആത്മകഥയെ നമുക്ക് വായിക്കാം, പഠിക്കാം. അടുത്ത പേജ് നോക്കൂ. ജീവദായിനി. പാഠത്തിൻ്റെ പേരവിടെ നൽകിയിട്ടുണ്ട്. ജീവദായിനി. ജീവദായിനി, പ്രാണദായിനി എന്നെല്ലാം പറയാം. ജീവൻ പ്രദാനം ചെയ്യുന്ന ഒന്ന് എന്നർത്ഥം. നദികളാണ് അത്തരത്തിൽ ജീവദായിനിയായി പ്രവർത്തിക്കുന്നത് എന്നർത്ഥം. ഇനി ഒരു നദി സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്. അഹം നദീ മമ ജനനം വികാസഃ ച കാനനേ സംഭവതി. ബഹവഃ മീനാഃ ജലജീവിനഃ ച മമ നിർമ്മലേ ജലേ ജീവന്തി. അഹം നദീ. അഹം ഞാൻ. നദീ നദിയാണ്. മമ ജനനം വികാസഃ ച കാനനേ സംഭവതി. മമ എൻ്റെ, ജനനം ജന്മം, വികാസഃ ച വികാസവും എൻ്റെ ജന്മവും ജനനവും വളർച്ചയുമെല്ലാം കാനനേ കാട്ടിൽ സംഭവതി സംഭവിക്കുന്നു, കാട്ടിലുണ്ടാകുന്നു. എൻ്റെ ജനനവും അതുപോലെ വളർച്ചയുമൊക്കെ കാട്ടിൽ നിന്നാണ് സംഭവിക്കുന്നത്. ബഹവഃ മീനാഃ ജലജീവിനഃ ച മമ നിർമ്മലേ ജലേ ജീവന്തി. ബഹവഃ ധാരാളം, മീനാഃ മീനുകളും, ജലജീവിനഃ ച മറ്റു ജലജീവികളും, മമ എൻ്റെ, നിർമ്മലേ നിർമ്മലമായ ശുദ്ധമായ, ജലേ ജലത്തിൽ, ജീവന്തി ജീവിക്കുന്നു. അടുത്ത പേജ് ശ്രദ്ധിക്കൂ. നദി തുടരുകയാണ്. അനേകേ വൃക്ഷലതാദയഃ പക്ഷിമൃഗാദയഃ മനുജാഃ ച മമ തടേ നിവസന്തി. അനേകേ ധാരാളം, വൃക്ഷലതാദയഃ വൃക്ഷലതാദികളും വൃക്ഷങ്ങളും വള്ളിച്ചെടികളും മറ്റും, പക്ഷിമൃഗാദയഃ പക്ഷിമൃഗാദികളും പക്ഷികളും മൃഗങ്ങളും മറ്റു ജീവികളും, മനുജാഃ ച മനുഷ്യരും, മമ എൻ്റെ, തടേ തീരത്ത് എൻ്റെ തീരത്ത്, നിവസന്തി ജീവിക്കുന്നു. അടുത്ത പേജ് ശ്രദ്ധിക്കൂ. ആളുകൾ എന്തിനെല്ലാം ഈ ജലത്തെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ആ ചിത്രത്തിലൂടെ നമുക്ക് വ്യക്തമാകുന്നത്. അടുത്ത പേജ് ശ്രദ്ധിക്കാം. ഇവിടെ ഒരു ഡാമിന് ചുറ്റും ആളുകൾ നിന്ന് കാഴ്ചകൾ കാണുന്ന ഒരു ചിത്രമാണ്. അവിടെ എന്താണ് നദി പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. പാനായ, സ്നാനായ, സേചനായ, വിദ്യുതഃ ഉത്പാദനായ, യാത്രായൈ ച ജനാഃ മാം ആശ്രയന്തി. അതഃ സർവേ മാം ജീവദായിനി ഇതി വദന്തി. പാനായ പാനം ചെയ്യാനായി, കുടിക്കുവാനായി, സ്നാനായ സ്നാനം ചെയ്യുവാനായി, കുളിക്കുവാനായി, സേചനായ സേചനം ചെയ്യുന്നതിനായി, നനയ്ക്കുന്നതിനായി,
ചെടികളും മറ്റും നനയ്ക്കുന്നതിനായി വിദ്യുതഃ ഉത്പാദനായ വൈദ്യുതിയുടെ ഉത്പാദനായ നിർമ്മാണത്തിനും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനും യാത്രായൈച്ച യാത്രയ്ക്ക് വേണ്ടിയും മറ്റ് വിനോദകാര്യങ്ങൾക്ക് വേണ്ടിയും ജനങ്ങൾ ആളുകൾ മാം എന്നെ ആശ്രയിക്കുന്നു. അതഃ സർവേ മാം ജീവദായിനി ഇതി വദന്തി. അതഃ അതുകൊണ്ട് സർവേ എല്ലാവരും മാം എന്നെ ജീവദായിനി ഇതി ജീവദായിനി എന്ന് പ്രാണദായിനി എന്ന് ജീവിക്കാനുള്ള എല്ലാവിധ സൗകര്യവും ചെയ്തു തരുന്നത് എന്ന് വദന്തി പറയുന്നു അല്ലെങ്കിൽ വിശേഷിപ്പിക്കുന്നു. എന്നെക്കുറിച്ച് ഇപ്രകാരം നല്ല കാര്യങ്ങൾ എല്ലാവരും പറയുന്നു എന്നർത്ഥം. അടുത്ത പേജിലേക്ക് കടക്കാം. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും മനുഷ്യൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങളുടെ ഒരു ചിത്രമാണ് അവിടെ നൽകിയിട്ടുള്ളത്. അതിൽ നദി വളരെയേറെ ദുഃഖിക്കുകയും ചെയ്യുന്നു. അത് നദി ഇപ്രകാരം പറയുന്നു: കിന്തു മനുജാഹ മയി മാലിന്യാനി ക്ഷിപന്തി അന്തേ മാലിന്യൈഹി സഹ അഹം സാഗരം പ്രവിശാമി പ്രിയസഖ മാം മാലിന്യേഭ്യോ മോചയതു. എന്താണ് നദി പറയുന്നത്? വളരെ ദുഃഖത്തോടു കൂടിയാണ് നദി പറയുന്നത്. കിന്തു എന്നാൽ, പക്ഷേ, മനുജാഹ മനുഷ്യർ മയി എന്നിലേക്ക് അതായത് നദിയിലേക്ക് മാലിന്യങ്ങളെ ക്ഷിപന്തി നിക്ഷേപിക്കുന്നു, കൊണ്ടുവന്ന് തള്ളുന്നു. അന്തേ അവസാനം മാലിന്യൈഹി സഹ മാലിന്യങ്ങൾക്കൊപ്പം അഹം ഞാൻ സാഗരം പ്രവിശാമി സാഗരം കടലിലേക്ക് പ്രവേശിക്കുന്നു. ഞാൻ കടലിൽ എത്തിച്ചേരുന്നു. എല്ലാ നദികളും ഒഴുകി കടലിലാണ് ചെന്നു ചേരുന്നത്. ഞാൻ ഈ മാലിന്യങ്ങളെയും വഹിച്ചുകൊണ്ട് കടലിൽ എത്തിപ്പെടുന്നു. പ്രിയ സഖ പ്രിയ സുഹൃത്തേ, മാം എന്നെ മാലിന്യേഭ്യോ മാലിന്യങ്ങളിൽ നിന്ന് മോചയതു മോചിപ്പിക്കൂ. ദയവ് ചെയ്ത് എന്നെ മാലിന്യങ്ങളിൽ നിന്ന് മോചിപ്പിക്കൂ. എന്നിൽ ഇനി മാലിന്യങ്ങൾ നിക്ഷേപിക്കാതിരിക്കൂ എന്ന് വളരെ ദൈന്യതയോടുകൂടി നദി ആവശ്യപ്പെടുകയാണ് നമ്മളോട്, മനുഷ്യരോട്. ജീവദായിനിയായ നദിയെ, അതായത് മനുഷ്യരും മൃഗങ്ങളും പക്ഷികളും മറ്റ് ജീവജാലങ്ങളും വൃക്ഷലതാദികളുമാകുന്ന പ്രകൃതിയിലെ സകല വസ്തുക്കൾക്കും സകല ജീവജാലങ്ങൾക്കും പ്രാണദായിനിയായ ജീവദായിനിയായ ഈ നദിയെ നമ്മൾ എപ്രകാരം ഉപയോഗപ്പെടുത്തുന്നത് മാത്രമല്ല, അതിനെ ഉപദ്രവിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ്റെ ചില ചെയ്തികളും നമ്മൾ ഈ പാഠഭാഗത്തിലൂടെ കണ്ടു. അപ്പോൾ നദിയെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നതിന് പകരം മോശമായ രീതിയിലും ആ നദിയെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് ഖേദകരമാണ്. അത്തരത്തിൽ ഒരു സാഹചര്യത്തിലാണ് ഈ നദി നമ്മളോട് ആത്മകഥാരൂപത്തിൽ നദിയുടെ ദുഃഖങ്ങൾ പങ്കുവച്ചത്. അപ്പോൾ നമുക്ക് ഈ ഒരു അവസരത്തിൽ നല്ലൊരു പ്രതിജ്ഞയെടുക്കാം. നമ്മളാരും മാലിന്യങ്ങൾ നദിയിൽ നിക്ഷേപിക്കുകയില്ല എന്ന്. അപ്പോൾ എല്ലാവരും ഈ പാഠഭാഗം നല്ലപോലെ വായിക്കുക. ശ്രദ്ധിച്ച് വായിച്ച് മുഴുവൻ പദങ്ങളും അർത്ഥസഹിതം ഭാവപൂർണം തന്നെ വായിച്ച് മനസ്സിലാക്കുക. ഈ പാഠത്തിൻ്റെ ആശയം നല്ലപോലെ ഉൾക്കൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ശ്രമിക്കുക. ഈ പാഠഭാഗത്തിലെ പഠന പ്രവർത്തനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഏവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.